ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ വെൽക്കം ഡിയേഴ്സ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളൊരു പൊതിച്ചോറായിട്ട് വീഡിയോ ചെയ്യാണ് കേട്ടോ. അതും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ കാര്യങ്ങൾ എടുക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് പൊതിച്ചോറ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഓക്കെ. ഇന്ന് ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചത് കേബേജ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കേബേജ് ആദ്യം കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ കേബേജ് ഇവിടെ സെറ്റാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഉള്ളത് മാന്തൾ ഫ്രൈ ആണ്. പിന്നെ ഉള്ളത് നമ്മൾ നെത്തോലി മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നാക്കി എടുക്കേണ്ട ചുമതല എനിക്കാണ്. ഓക്കെ, നമ്മൾ കേബേജ് ഉപ്പേരി ആദ്യം ആക്കി വെക്കാം എന്ന് കരുതി. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഉമ്മ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അത് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിയായിട്ട് കാണാം. ഓക്കെ, അവിടെ ഉപ്പേരി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നെത്തോലി കുറേ ഉണ്ടല്ലോ, ചെറിയ ചെറിയ നെത്തോലിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഫ്രൈ ആയിട്ടും പിന്നെ നമ്മൾ മീൻ കറി കുറച്ച് ഇടാനും വേണം. അപ്പോൾ അതിനായിട്ട് ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്യണം കഴിഞ്ഞു. അത് ഉപ്പേരി ആയത് കാണിച്ചു തരികയാണ്. ഓക്കെ, മസാല നമ്മൾ ഇവിടെ ഉള്ളിയൊക്കെ അരച്ച് ചേർക്കും. ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതൊക്കെ ഉള്ളി എന്തായാലും ഉണ്ടാവും. എല്ലാ മീനുകളിലും ഉണ്ടാവും, പച്ചമീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മസാല ആക്കിയിട്ട് ഒരു 3-5 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ നമ്മൾ ആ മീനും പൊരിക്കൂട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ മുട്ടല്ല പറഞ്ഞാൽ മുട്ട പൊരിക്കാൻ പോയി കേട്ടോ. മുട്ടല്ലാതെ എന്ത് പൊതിച്ചോറില്ലേ. അപ്പോൾ മുട്ടയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് സാധാ മുട്ട ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. മുട്ട പൊരിക്കണ വീഡിയോ ഞാൻ എടുത്തതാണ് ഗൈസ്. പക്ഷേ അത് റെക്കോർഡായില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കി. ഉള്ളി, മുളക്, പിന്നെ ചെറിയ മുളക്, ആ ഒരു പുളി, അതൊക്കെ ഞാൻ വഴറ്റിയിട്ട് മിക്സിയിലിട്ടടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇല
മെയിനായിട്ടുള്ള കാര്യം ഇല വാട്ടി. കുറച്ച് കൈയൊക്കെ പൊള്ളി, എന്നാലും കുഴപ്പമില്ല, ഇലയൊക്കെ വാട്ടി. അത് കഴിഞ്ഞിട്ട് പേപ്പർ വിരിച്ചു, ഇല ഇട്ടു, ചോറിട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഞാൻ അത് ആദ്യമായിട്ടാണ് ചെയ്യണം. ഉമ്മ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അതുപോലെ ഞാനും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു വാശിയായിരുന്നു, ഞാൻ ചെയ്യാൻ വെച്ചിട്ടുള്ളൊരു വാശിയല്ല, ഒരു ഉത്സാഹം. അപ്പോൾ അടുത്ത് നെത്തോലി മീനുണ്ടായിരുന്നു ഫ്രൈ ചെയ്തത്, അത് വെച്ചു. ഓക്കെ, പിന്നെ ഉണ്ടായിരുന്നത് വലിയ മാന്തലുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തത്. പിന്നെ ഉപ്പേരി, കേബേജ് ഉപ്പേരി. എന്താ വരാത്തത്? ഇപ്പോൾ വരും. അതേ വന്നു. കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, അതിനെ വെച്ച് കണ്ടല്ലോ അത്. പിന്നെ ഇത് ചമ്മന്തി. ചമ്മന്തി കുറഞ്ഞു പോയി, ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ചമ്മന്തി. പിന്നെ മെയിനായിട്ടുള്ള കാര്യം മുട്ട. ഞാൻ പൊതിച്ചോറിന് ആദ്യം അടിച്ചു നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെല്ലാത്തിലും മുട്ട ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു നെത്തോലി മീനുണ്ടായിരുന്നു. അപ്പോൾ മുട്ട വെച്ചു. ദെൻ ഞാൻ ടാസ്ക്, ഇനി ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ചെയ്തു. ഞാനത് സക്സസ് ആക്കി. നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് ശരിക്കും മടക്കാനൊന്നും പറ്റണില്ല, പൊട്ടുമോ അത് ഒടിയുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറൊക്കെ ഞാൻ അതിലിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊതിച്ചോറൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അയ്യോ, ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. അതുവരെ അവിടെ 1:30 ആയി സമയം. നല്ല വിശപ്പുണ്ട്. ഓക്കെ, എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2:30 ആയിട്ടോ. അപ്പോൾ 1:30 കുളിക്കാൻ കയറിയത്, 2:30 സമയമായി. അരമണിക്കൂർ ഞാൻ ഇരുന്നു. പിന്നെ നല്ല വിശപ്പ്, അപ്പോൾ വേഗം ചെന്ന് തുറന്ന് നോക്കി കേട്ടോ. അങ്ങനെ മുട്ടയുടെ സൈഡ് വെച്ചു. പിന്നെ ചോറും ഈ ഒരു എല്ലാ സാധനവും കഴിച്ച്, ആ ചോറ് കഴിച്ച് എന്താ പറയുക, ഇങ്ങനെ അലിഞ്ഞ് ചേറിയെന്നൊക്കെ അറിയില്ല, അതേപോലെ ആയിരുന്നു കേട്ടോ. ഞാൻ ഓരോന്ന് ആദ്യം ഇങ്ങനെ കഴിക്കാൻ വിചാരിച്ചു, പക്ഷേ അല്ല. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ലക്ഷ്മി ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിലായിട്ട് പറയുന്നുണ്ടായിരുന്നു ഉപ്പേരി, ചോറിൻ്റെ വരെ ഉപ്പേരി, മീൻ പൊരിച്ചത്, മുട്ട, ഇതൊക്കെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഞാൻ ചെയ്ത് നോക്കിട്ടോ. സത്യം പറയാലോ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ ഉമ്മ വിളിക്കാൻ പോകുന്നുണ്ട്, കാരണം ഉമ്മക്കും വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ അതിന് കുറച്ച് കഴിച്ചു. പക്ഷേ ഞാൻ ഇത്രയും ചോറ് കഴിക്കുമെന്ന് ഞാൻ ആദ്യം ഡൗട്ട് അടിച്ചു. പക്ഷേ ഫുൾ കഴിച്ചത് ഞാനാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ലെസൺ ഉണ്ടായിരുന്നോ, പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ളത്? സ്വന്തം അച്ഛൻ തൻ്റെ മകനെ കാണാൻ വെച്ച് ഒരു പൊതിച്ചോറുമായിട്ട് ജയിലിലേക്കാണ് വരുന്നത്. അവിടെ വെച്ച് മകനെ കണ്ട് ഒരു മൗനം മാത്രമായിരുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു പൊതിച്ചോറ് കൊടുക്കാനൊക്കെ മറന്നു പോവും. പിന്നെ ലാസ്റ്റ് അതൊരു ചോറായിട്ട് മാറുന്നൊരു കഥ ഉണ്ടായിരുന്നു അല്ലേ. അത് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.